ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ജൂൺ മാസം തിരുഹൃദയ മാസമായിട്ടൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട്. ഇപ്പോൾ തിരുനാളിൻ്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റന്നാൾ തിരുനാൾ വരികയാണ്. നമ്മൾ ഒരുങ്ങിത്തുടങ്ങുകയാണ്. 3 ദിവസത്തേക്കുള്ളൊരു തിരുഹൃദയ ധ്യാനം ഇപ്പോൾ നമ്മളിവിടെ ഒരുമിച്ച് ആരംഭിക്കുന്നു. ഈ ത്രിദിന ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഭവനങ്ങളിലാണെങ്കിൽ, നിങ്ങളുടെ തൊഴിലിടങ്ങളിലാണെങ്കിൽ, ഒരുപക്ഷെ മൊബൈലിലൂടെ മറ്റോ ആണ് കാണുന്നതെങ്കിൽ, എവിടെയായിരുന്നോട്ടെ അവിടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവവിചാരത്തോടെ കർത്താവിനെ അറിഞ്ഞ് വിളിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരുപക്ഷെ ഈ നേരത്ത് നമ്മോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരുപാട് പേരെ, നിങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ, കൂടപ്പറപ്പുകളെ, പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർത്ത് അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നിന്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. ധ്യാന ചിന്തകളിലൂടെ, പ്രത്യേകിച്ച് തിരുഹൃദയ ധ്യാന ചിന്തകളിലൂടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, കർത്താവേ, നിന്റെ ജനത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ നീ കൂടുതലായി ആകർഷിക്കണമേ. പരിശുദ്ധി അമ്മേ, വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊരുമിച്ച് പരിശുദ്ധി അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തേടി അമ്മയുടെ പക്കൽ മക്കളെന്ന പോലെ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടെ തിരുഹൃദയ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. 3 ദിവസങ്ങളിലായിട്ട് അരമണിക്കൂറിൽ താഴെ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. അതിനെ തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിൽ ദൈവസന്നിധിയിൽ ഇരിക്കും. ഒരുക്കത്തോടെ വേണേ ഈ ദിവസങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് വ്യഗ്രതകളെയൊക്കെ തൽക്കാലം മാറ്റിവെക്ക്. പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്, മർത്ത പലവിധ കാര്യങ്ങളിൽ നീ വ്യഗ്രചിത്തയായിരിക്കുന്നു. കർത്താവിൻ്റെ വാക്ക് തിരക്കൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ഈ സായാഹ്ന നേരത്ത്, രാത്രിയുടെ ആരംഭത്തിൽ സ്വസ്ഥതയോടെ കർത്തൃസന്നിധിയിലിരുന്ന് വചന ചിന്തകൾ, പ്രത്യേകിച്ച് തിരുഹൃദയ ചിന്തകളെ ധ്യാനിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആത്മന ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ നമുക്ക് തിരുഹൃദയ തിരുനാൾ ഏറ്റവും ഉചിതമായി ആചരിക്കുവാൻ. പ്രിയമുള്ളവരെ, ഈ ചിന്തകളുടെയൊക്കെ ഉദ്ദേശം എന്തെന്നറിയാമോ? ഇതൊരു പഠിപ്പീരുണ്ട് ഇതിനകത്ത്. എന്നെ ശാലോമിലൂടെ കേട്ടിട്ടുള്ളവർക്കറിയാം. എൻ്റെ ടോക്കിൽ, പ്രത്യേകിച്ച് ദൈവജന മുമ്പിലില്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു ആവൃത്തിക്കുള്ളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പഠനം കയറി വരും. എന്നാൽ നിങ്ങളെ പഠിപ്പിക്കാനാണ്, ആ ശൈലിയാണ് എൻ്റെത്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് ആവർത്തനങ്ങളുണ്ടാകും. വീണ്ടും എണ്ണമിട്ട് ശ്രദ്ധിക്ക്, നോക്ക്, കേൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. സാരമില്ല. ഈ 3 ദിവസം കഴിയുമ്പോൾ തിരുഹൃദയത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. ഒരു കേവല വൈകാരിക ഭക്തിക്കപ്പുറത്ത്, തീർച്ചയായിട്ടും ഭക്തി വേണം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. വ്യക്തമായ ഒരു ധാരണ നമ്മളെ കൊണ്ടാകുന്നതിൻ്റെ അങ്ങേയറ്റം നമുക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഒപ്പം അതിനേക്കാൾ ഉപരി എൻ്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? അന്ത്യത്താഴ വേളയിൽ സിഹനൂട്ടുശാലയിൽ കർത്താവിൻ്റെ വക്ഷസ്ഥലേക്ക് ചാരിക്കടന്ന അവൻ്റെ ഹൃദയത്തെ അനുഭവിച്ച യോഹന്നാനെ പോലെ ഈ 3 ദിവസങ്ങളിൽ അവൻ്റെ വക്ഷസ്സിലേക്ക്, അവൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ചാരിക്കടക്കണം. ചാരിക്കടന്നിട്ട് ആ സ്നേഹം അനുഭവിച്ചിട്ട് നമ്മൾ തിരിച്ചറിയണം, ഏറ്റുപറയണം. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ, തിരുവചനത്തിൽ യോഹന്നാനാണ് ദൈവത്തിന് ഒരു നിർവചനം കൊടുക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ 3 ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം വായിക്കണം. ഹോംവർക്കാണ്, എല്ലാം പറഞ്ഞു തീർത്ത് തരുന്നില്ല. യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ 3 ലേഖനങ്ങളിൽ 1-ാം ലേഖനത്തിൻ്റെ
4-ാം അധ്യായം വായിക്കണം. അവിടെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുന്നു എന്ത്? ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ആരാണത് പറഞ്ഞത്? കർത്താവിൻ്റെ ഹൃദയത്തോട് ചാരിക്കടന്നവൻ, അവൻ്റെ ഹൃദയത്തുടുപ്പിന് കാതോർത്തവൻ, അവൻ തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നു ദൈവം സ്നേഹമാണ്. അപ്പോൾ ഈ തിരുഹൃദയ തിരുനാളിന് ഒരുങ്ങുമ്പോൾ തിരുഹൃദയ ചിന്തകൾ, തിരുഹൃദയത്തെക്കുറിച്ചുള്ള അറിവ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളിൽ ആത്യന്തികമായി സംഭവിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഏറ്റുപറയണം ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. അതാണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. തെറ്റിദ്ധാരണകൾ ഏറെയുണ്ട് തിരുഹൃദയ വണക്കത്തെക്കുറിച്ച്. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കറക്ഷൻ എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ ഒരു ശരീര അവയവത്തോടുള്ള ഭക്തി അല്ലിത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ചിലർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനെ എതിർക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശരീരത്തിൽ ഒരു അവയവത്തെ എന്തിനാണ് ആരാധിക്കുന്നത്? എന്തിനാണ് വണങ്ങുന്നത്? ഹൃദയത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു അനാറ്റമിക്കൽ ഹൃദയത്തെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വണങ്ങുന്ന ഒരു ഭക്തി അല്ല തിരുഹൃദയ ഭക്തി. അതുകൊണ്ട് പ്രത്യേകം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഓരോ പോയിന്റായിട്ട് പറയാം. ഒന്നാമത് പറഞ്ഞത് യോഹന്നാനാണ് നമുക്ക് മാതൃക. ഇത് മനസ്സിൽ പതിയട്ടെ. ഒന്നാമത്തത് യോഹന്നാനാണ് മാതൃക. വക്ഷത്തിലേക്ക് ചാരിക്കടന്നവൻ പറഞ്ഞു ദൈവം സ്നേഹമാണ്. രണ്ടാമത്തത് കർത്താവിൻ്റെ ശരീരത്തിലെ ഒരു അവയവത്തോടുള്ള ഭക്തി അല്ലിത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അവിടെ തിരുഹൃദയ ഭക്തിയിൽ നമുക്കൊരു കറക്ഷൻ, ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഇനിയാണ് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരുന്നത്. ഭക്താഭ്യാസങ്ങളെ കുറിച്ചുകൂടി അറിഞ്ഞു വേണം നമുക്ക് ഈ തിരുഹൃദയ ധ്യാനം ആരംഭിക്കേണ്ടത്. ഈ 3 ദിവസം ഓരോ പാർട്ടായിട്ട് തിരിച്ചായിരിക്കും കേട്ടോ നമ്മൾ ധ്യാനിച്ച് പഠിച്ചു പോകുന്നത്. തിടുക്കം എനിക്കൊട്ടുമില്ല, നിങ്ങൾക്കൊട്ടും പാടില്ല. ഓരോന്നോരോന്നായിട്ട് നമ്മൾ അടിത്തറ ഒരുക്കി പതുക്കെ പതുക്കെ ഓരോ ചുവട് ഉറപ്പിച്ച് മുകളിലേക്ക് പോവുകയാണ്. 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഭക്താഭ്യാസങ്ങളുടെ പ്രാധാന്യം എന്താണ്? ചിലരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അല്പം ബുദ്ധിജീവികൾ ചമയുന്നവർക്ക് ഈ ഭക്തി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അലോസരമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്തിയൊക്കെ എന്തോ കുറഞ്ഞ കാര്യമാണ്, അത് പാടില്ല, ഭക്തിയൊന്നും പാടില്ല. എന്തുകൊണ്ട് തിരുസഭയിൽ ഭക്താഭ്യാസങ്ങളുണ്ട്, ഭക്തി പ്രകടനങ്ങളുണ്ട്? അതിൻ്റെ കാര്യവും കാരണവും അറിഞ്ഞിരിക്കണം. അതറിയുമ്പോൾ അതിന് കുറച്ച് ഫിലോസഫിക്കൽ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എൻ്റെ പൊന്നച്ചോ, ഇത്രയും കട്ടിക്കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞു തരരുത്. ഞങ്ങൾക്ക് കുറച്ച് നനുത്ത അനുഭവങ്ങളും കുറച്ച് സുഖമുള്ള കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ കേട്ടിരുന്നോളാം. അങ്ങനെ വിചാരിക്കരുത്. സാവകാശം എന്നോടൊപ്പം നിങ്ങൾ പഠിക്ക്. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്നാൽ മതി. ദൈവം അപരിമേയനാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിക്ക് അതീതനാണ് കർത്താവ് തമ്പുരാൻ, ദൈവം തമ്പുരാൻ. നമ്മൾ വി ലിവ് ഇൻ ദ ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ്. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇതാണ് ബാക്ക്ഗ്രൗണ്ട്, പ്രമിസ് എന്ന് പറയും. ഒരു ആർഗ്യുമെന്റ് രൂപപ്പെടുത്തുന്നുള്ള പ്രമിസാണ്, പരിസരമായി വരുന്നതേ ഉള്ളൂ. ദൈവം അപരിമേയനാണ്, നമുക്ക് അതീതനാണ്, സംശയമില്ല. നമ്മളോ സമയത്തിൻ്റെ കാലത്തിൻ്റെ പരിമിതിയിൽ ജീവിക്കുന്നവരാണ്. ദാ ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജൂൺ 17-ാം തീയതിയാണ്. അതാണ് സമയത്തിൻ്റെ പരിമിതി അല്ലെങ്കിൽ കാലത്തിൻ്റെ പരിമിതി. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീടിൻ്റെ ഉള്ളിലാണ്. അതാണ് സ്ഥലത്തിൻ്റെ പരിമിതി, ടൈം ആൻഡ് സ്പേസ്. പരിമിതികളുണ്ട് നമുക്ക്. ദൈവം ഇതിൻ്റെ ഉപരിയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ഈ ടൈം ആൻഡ് സ്പേസിൻ്റെ പരിമിതിയിലേക്ക് ഇറങ്ങി വന്നു. സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പരിമിതിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് എന്ത്? മനുഷ്യാവതാരം. നമ്മളോട് കുറെ കൂടെ ഹൃദയപൂർവം സംസാരിക്കുന്നതിനായി, ഇടപെടുന്നതിനായി നമ്മുടെ ദൈവം താഴേക്ക് ഇറങ്ങി വന്നു. അവൻ നമ്മോടൊപ്പം ജീവിച്ചു. ദൈവത്തെ കണ്ടനുഭവിച്ച ജനതയാണിത്. അതുകൊണ്ട് എന്തു പറ്റുന്നു? നമ്മൾ ദൈവത്തെ ആ രീതിയിൽ മനസ്സിലാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനകളുള്ളത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ലിറ്റർജി ഉള്ളത്, ആചാര അനുഷ്ഠാനങ്ങളുള്ളത്. അതുകൊണ്ടാണ് നമുക്കൊരു ശില്പകലയുള്ളത്, ഒരു ക്രൈസ്തവമായ ശില്പകലയുള്ളത്. അതുകൊണ്ട് നമുക്ക് ഭക്താഭ്യാസങ്ങളുണ്ട്. കാരണം എന്താ? ദൈവത്തോട് ഞാൻ ഹൃദയപൂർവ്വം ഇടപെടുന്നു. അതാണ് ഭക്തിയുടെ ഇടം, അതാണ് ഭക്തിയുടെ ഇടം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ശൂന്യതയിലേക്ക് നോക്കി അല്ലെന്ന്. ശൂന്യതയിലേക്ക് നോക്കിയോ നിശബ്ദതയിലോ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന. കാരണം നമ്മൾ സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പരിമിതിയിലാണ്
ദൈവം അതിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോട് സംവദിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഭക്തിയുടെ ഇടം. അതുകൊണ്ടാണ് നമുക്ക് ചില വിശുദ്ധരോട് പ്രത്യേക ഭക്തി, തിരുഹൃദയത്തോട് ഭക്തി. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളതെന്ന് അറിയാമോ? ഇങ്ങനെ നമുക്ക് ഭക്തി എന്തുകൊണ്ടാ? ചില മനുഷ്യർക്ക് അന്തോണീസ് പുണ്യാളനോട് പ്രത്യേക ഭക്തി, ചിലർക്ക് യൂദാസ് ലീഹായോട് പ്രത്യേക ഭക്തി, ചിലർക്ക് മാതാവിന്റെ വിമല ഹൃദയത്തോട് പ്രത്യേക ഭക്തി. എന്തുകൊണ്ട് ഇതൊക്കെ? ചിലർക്ക് മിഖായേൽ മാലാഖയോട് പ്രത്യേക വണക്കവും ഭക്തിയും. എന്താണ് അപ്പൊ ഈ ഭക്തിയുടെ അടിസ്ഥാനം എന്താണ്? സംശയമില്ല, ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെയും വ്യക്തിത്വം, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ്, അതൊക്കെ അവരുടെ ഭക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കുക, അപ്പോൾ പ്രശ്നം മാറും. ഇതാണ് ഭക്തിയുടെ ഇടം എന്ന് മനസ്സിലാക്കുക. ഇതിലേറ്റവും ഉന്നതമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തിയുടെ മേഖലയാണ്, ഭക്തിയുടെ വിഷയമാണ് എന്ത്? ഈശോ തമ്പുരാന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി, കർത്താവ് തമ്പുരാന്റെ പരിശുദ്ധ ഹൃദയത്തോടുള്ള ഭക്തി. ജൂൺ 19 നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. 12 പിയൂസ് മാർപ്പാപ്പ പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകയാണ് ഈശോയുടെ തിരുഹൃദയം. അത് ക്രൈസ്തവ ജീവിത പൂർണ്ണതയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ശ്രദ്ധിച്ചേ, ഞാനല്ല, കേവലം ഒരു അച്ഛൻ പറയുന്നതല്ല, നമ്മളെ നയിച്ച ഒരു മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് നാളെ നമ്മൾ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞ സുന്ദരമായ ഒരു കാര്യം, കുരിശിലേക്ക് നോക്കിക്കൊണ്ട്, ക്രൂശിതനിലേക്ക് നോക്കിക്കൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ സുന്ദരമായ ഒരു കാര്യം നമ്മൾ നാളെ ധ്യാനിക്കും. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞത്. ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 12 പിയൂസ് മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, തിരുഹൃദയ ഭക്തി ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകയാണ്. രണ്ടാമത്, അത് നമ്മളെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു റിവിഷൻ്റെ സമയമായി. 10-12 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ റിലേ ഒക്കെ കട്ടായി പോകും, സ്വാഭാവികമാണ്, നമ്മൾ സാധാരണ മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഞാൻ ഇങ്ങനെ റിവിഷനൊക്കെ നടത്തുന്നത് വചനത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടിപ്പോയിട്ട് അവസാനം എത്തുമ്പോൾ എന്താ പറഞ്ഞത്, എന്തൊക്കെയോ പറഞ്ഞു, ആകപ്പാടെ ഒരു പുകയാണെന്ന് പറഞ്ഞ ഞാനും കേട്ട നിങ്ങളും പറയുന്നെങ്കിൽ തീർന്നില്ലേ? അതുപോരാ, കുറച്ച് കാര്യങ്ങൾ, എന്നാൽ അത് മനസ്സിരുത്തി തലയിൽ പതിപ്പിക്കണം. അത് ഒന്നാമത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, തിരുഹൃദയ ഈ ധ്യാനം നമ്മുടെ മനസ്സിൽ നമ്മൾ തുടങ്ങുമ്പോൾ, നമ്മൾ ഈ ദിവസങ്ങളിൽ തിരുഹൃദയ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ മോഡലായിട്ട് ആരെ നിർത്താൻ പറഞ്ഞു? മോഡലായിട്ട് നിർത്തേണ്ടത് ആരെയാണ്? യോഹന്നാനെയാണ്. എന്തുകൊണ്ട് യോഹന്നാനെ മോഡലാക്കണം? യോഹന്നാൻ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നിട്ട് അതിനുശേഷം അവൻ പറഞ്ഞു, ദൈവം സ്നേഹമാണ്. ഈ ദിവസങ്ങളിൽ സംഭവിക്കേണ്ടത് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കണം, എന്നിട്ട് തിരിച്ചറിയണം ദൈവം സ്നേഹമാണ്. 2, തിരുഹൃദയ ഭക്തിയിൽ തെറ്റിദ്ധാരണകൾ ഏറെയുണ്ട്. പ്രത്യേകം കറക്റ്റ് ചെയ്യേണ്ട തെറ്റിദ്ധാരണ എന്താണ്? ഇത് കർത്താവിൻ്റെ ശരീരത്തിലെ ഒരു അവയവത്തോടുള്ള ഭക്തിയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അതിനെക്കുറിച്ച് ഇപ്പം അടുത്തത് പറയാൻ പോവാണ്. ഇത് കർത്താവിനോടുള്ള വണക്കമാണ്, ആരാധനയാണ്. എങ്ങനെ ഹൃദയം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു വരും. അടുത്തത്, മൂന്നാമത് നമ്മൾ പറഞ്ഞതാണ്, ഈ ഭക്താഭ്യാസം എന്നുള്ളതൊരു മോശം കാര്യമാണോ? എന്താണ് ഭക്തിയുടെ ഇടം? തിരുസഭയിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ എവിടെയാണ് ഭക്തിക്കുള്ള സ്പേസ്? അതാണ് നമ്മൾ പതുക്കെ പറഞ്ഞു വന്നത്. എന്തായിരുന്നു അത്? മനുഷ്യൻ വിൽ ലിവ് ഇൻ ദ ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ്. സമയത്തിൻ്റെ, സ്ഥലത്തിൻ്റെ പരിമിതിയിൽ നമ്മൾ ജീവിക്കുന്നു. ദൈവം ഇറങ്ങി വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതാണ് ഇൻകാർണേഷൻ, മനുഷ്യാവതാരം. അങ്ങനെ ദൈവം ഇറങ്ങി വന്നതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ട്, വ്യക്തിപരമായ ബന്ധമുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വരമുയർത്തി നമ്മൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ പ്രത്യേക ഇടങ്ങളുണ്ട്, കലകളുണ്ട്, കൺസ്ട്രക്ഷൻസ് ഉണ്ട്, ആർക്കിടെക്റ്റ് ഉണ്ട്, നമുക്ക് ഭക്തിയുണ്ട്. അത് ഇതിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ട് ചില 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 കാര്യങ്ങളോട്, ചില വിഷയത്തോട് നമുക്ക് ഭക്തി കൂടുന്നു? അതിൻ്റെ കാരണവും പറഞ്ഞായിരുന്നു. നമ്മുടെ സ്വഭാവം, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ വളർന്നു വന്ന നമ്മുടെ ചരിത്രം, ഒപ്പം നമ്മുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഭക്തിയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഈ കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തിരുഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് 12 പിയൂസ് മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറഞ്ഞത്, ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ തിരുഹൃദയ ഭക്തി നമ്മളെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ്. ഇനി നമുക്ക്
പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്രയും നേരം എന്തായിരുന്നു? ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ഈ കാട് വെട്ടിത്തെളിക്കുകയായിരുന്നു. ചുറ്റുപാടുമൊക്കെ ഒന്ന് ഒതുക്കിക്കൊണ്ട് വന്നതേ ഉള്ളൂ. വിഷയത്തിലേക്ക് പതുക്കെ കടക്കുന്നേ ഉള്ളൂ. നാളെയൊക്കെ എത്തുമ്പോഴേ വിഷയത്തിൻ്റെ അകത്ത് കയറത്തുള്ളൂ. ഈ പതുക്കെ വാതില് കെട്ടിപ്പൊക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ തിരുഹൃദയം, ഈശോയുടെ തിരുഹൃദയം, ഏത് വാക്കിലേക്ക് നമുക്ക് ആദ്യം ശ്രദ്ധ തുടങ്ങണം? ഹൃദയം എന്ന വാക്കിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങണം. ഹൃദയം എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഈ വാക്കിനെ ധ്യാനിക്കണം. ഹൃദയം എന്ന വാക്ക് 1000-ൽ അധികം പ്രാവശ്യം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഹൃദയം എന്ന വാക്ക്, ഈ ഹൃദയം എന്ന വാക്കിനെ കേവലം ഒരു സെന്റിമെന്റൽ, ഇമോഷണൽ, അങ്ങനത്തെ ഒരു മനസ്സിലാക്കൽ പോരാ. നമുക്ക് പറ്റുന്ന അപകടം ഹൃദയം എന്ന് പറഞ്ഞ ഉടനെ തന്നെ വളരെ വൈകാരികമായ ഒരു നിലവാരത്തിലേക്ക് അതിനെ കൊണ്ട് കളയും. അത് പോരാ. അതുണ്ട്, സംശയമില്ല. ഒരു ഫീലിങ്സിൻ്റെ, സെന്റിമെന്റ്സിൻ്റെ ഒരു സ്പേസ് ഉണ്ട് ഹൃദയത്തിൽ, ഉറപ്പാണ്. പക്ഷെ അവിടെ കൊണ്ട് തീർന്നു പോകരുത്. ഹൃദയം ഒരു വ്യക്തിയെ പൂർണ്ണമായും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിക്കണം. എല്ലാം ഞാൻ പറഞ്ഞു തീർക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. ഹോംവർക്ക്. ലോക്ക്ഡൗൺ കാലമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമ്മൾ ജീവിതത്തിൻ്റെ സ്ഥിരഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ ആ പഴയ ക്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് പല വീടുകളിൽ സംഭവിച്ച നന്മയാണ്, പലരും ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടിയല്ലോ. ബൈബിളൊക്കെ വായിക്കാൻ തുടങ്ങിയ ഒരു ആഭിമുഖ്യം പലരും വളർന്നിട്ടുണ്ട്. ഞാനൊരു ടാസ്ക് തരാം. ഒന്നാമത്തത് എന്തായിരുന്നു? ഒരു ഹോംവർക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. നാളത്തെ ടോക്കിന് വരുമ്പോൾ, ഈ ധ്യാനം 2-ാം ദിവസം നാളെ കൂടാൻ വരുമ്പം ഒന്നാമത് വായിച്ചിട്ട് വരേണ്ടത് യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം. അടുത്ത ഹോംവർക്ക് സങ്കീർത്തനങ്ങൾ വായിക്കണം. സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഞാൻ അടുത്തിടയ്ക്ക് പറഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് 91-ാം സങ്കീർത്തനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ വായിക്കണം. എന്താണെന്നറിയാമോ? സങ്കീർത്തനങ്ങളിൽ എവിടെയൊക്കെയാണ് ഹൃദയം എന്ന വാക്ക് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ചില സ്ഥലങ്ങളിൽ അത് നമ്മുടെ ആനന്ദത്തെ, എൻ്റെ സന്തോഷത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഹൃദയം. ചിലപ്പോൾ എൻ്റെ നെടുവീർപ്പിനെ, വിലാപത്തെ ഹൃദയം എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിച്ചു വെക്കുന്നുണ്ട്, ഹൃദയത്തോട് ചേർത്ത് എഴുതി വെക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ അനുതാപത്തെ ഹൃദയത്തോട് ചേർത്ത് എഴുതി വെക്കുന്നുണ്ട്, എൻ്റെ ഹൃദയം നൊമ്പരപ്പെടുന്നു എന്ന് പറഞ്ഞ്. ചിലപ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കാനുള്ള താല്പര്യത്തെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഹൃദയം എന്നുള്ളത് കേവലം ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടല്ല ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. മറിച്ച് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ഹൃദയം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ശരീരത്തിൻ്റെ ഒരു അവയവത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഹൃദയം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ അതെവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 34-ാം വാക്യം. മത്തായി സുവിശേഷം. വീട്ടിനകത്താണ്, വൈകുന്നേരമാണ്, തിരക്കെല്ലാം കഴിഞ്ഞു, സ്വസ്ഥമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ എടുക്ക്, കയ്യിലൊരു പേന എടുക്ക്, എന്നിട്ട് ആ ബൈബിൾ ഭാഗം ഒന്ന് വരച്ചിട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിന് നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുകയാണ് ഹൃദയം എന്നതുകൊണ്ട്. ഒരു വ്യക്തിയുടെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നുണ്ട് ഹൃദയം. അടുത്തത് മത്തായി 15:19. മത്തായി 15:19 തിന്മ വസിക്കുന്നത് ഹൃദയത്തിലാണ് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയാമോ? ഒരാളുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല, മറിച്ച് ഉള്ളിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരാളെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഹൃദയം ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളെ തന്നെ, ഒരു വ്യക്തിയെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഹൃദയം എന്നതുകൊണ്ട്. അതായത് അയാളുടെ മുഴുവൻ പേഴ്സണാലിറ്റിയെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഹൃദയം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യം. ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബൈബിളിൽ ഹൃദയം എന്ന വാക്കിനെ മനസ്സിലാക്കുന്നതിൻ്റെ ക്ലൈമാക്സ് ഇരിക്കുന്നത് മത്തായി 6:21. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. എന്താ പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിങ്ങൾ എന്ന് തന്നെയാണ്. അപ്പൊ അതിനെങ്ങനെ പറഞ്ഞിരിക്കുന്നു? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അപ്പൊ ഹൃദയം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു വ്യക്തിയെ തന്നെ സൂചിപ്പിക്കുന്നു. നമ്മൾ പഠിച്ചു വന്ന കാര്യത്തിൻ്റെ ക്ലൈമാക്സ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരട്ടെ.
ഹൃദയം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നെങ്കിൽ തിരുഹൃദയ ഭക്തി ആരോടുള്ള ഭക്തിയാണ്, ആരോടുള്ള വണക്കമാണ്, ആരോടുള്ള ആരാധനയാണ്? ഈശോ തമ്പുരാനോടുള്ള ആരാധനയും വണക്കവുമാണ് തിരുഹൃദയ ഭക്തി. ഇനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതിൽ ഹൃദയത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടി കേട്ടിട്ട് ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. നാളെ ഇതിൻ്റെ ബാക്കി, നാളെ നമ്മൾ വീണ്ടും ഹൃദയത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിട്ട് ഈ തിരുഹൃദയത്തെ നമ്മൾ ധ്യാനിച്ച് തുടങ്ങും. നാളെ തുടങ്ങി നാളെ കഴിഞ്ഞ ധ്യാനം തിരുഹൃദയത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്, ഓരോന്നിൻ്റെയും അർത്ഥം എന്താണ് എന്നൊക്കെ നമ്മൾ നാളെയാണ് ധ്യാനിക്കുന്നത്. ഇന്ന് കേട്ടതിൻ്റെ ഒടുക്കം ഇപ്പോൾ ഇതാണ് കേട്ടോ. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, ഇതിൻ്റെ 2563 ആർട്ടിക്കിൾ 2563 എടുത്ത് വായിക്കണം. നെറ്റിലെങ്കിലും നോക്കണം. അതിൽ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ വായിക്കുന്നേ ഉള്ളൂ. അത് അല്പം കടുകട്ടിയാണ് ചില വാക്കുകളൊക്കെ, എന്നാൽ സാരമില്ല. നിങ്ങളുടെ ശ്രദ്ധ ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ കാരണമാക്കും. ഹൃദയം ഞാൻ ആയിരിക്കുന്ന, ഞാൻ വസിക്കുന്ന ആലയമാണ്. എന്നെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സെമിറ്റിക് ഭാഷയുടെ അഥവാ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശൈലിയിൽ ഞാൻ ഇറങ്ങി വരുന്ന, ഞാൻ ഗൂഢമായി വസിക്കുന്ന സ്ഥലമാണ് എന്ത്? എൻ്റെ ഹൃദയം. നമ്മുടെയും മറ്റുള്ളവരുടെയും യുക്തിക്കതീതമായ നിഗൂഢ കേന്ദ്രമാണ് ഹൃദയം. ഓരോന്നും ശ്രദ്ധിക്കണം. നമുക്ക് നാളെ ഇത് ആവശ്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മുടെ യുക്തിക്കതീതമായ ഇടത്തിൻ്റെ പേരാണ് ഹൃദയം. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അതിൻ്റെ ആഴമളക്കാനും അതിനെ അറിയാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ മാനസികമായ ആന്തരിക പ്രേരണകളുടെ അഗാതലങ്ങൾക്കപ്പുറത്തുള്ള തീരുമാനങ്ങളുടെ വേദിയാണത്. ഇനി ഒടുക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവസാനത്തായിട്ട് പറയാം. ജീവനെയോ മരണത്തെയോ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൻ്റെ മേഖലയാണത്. ഞാൻ ജീവനെയോ മരണത്തെയോ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൻ്റെ മേഖലയാണ് എന്ത്? എൻ്റെ ഹൃദയം. ഹൃദയം സമാഗമനത്തിൻ്റെ വേദിയാണ്. എൻകൗണ്ടർ നടക്കുന്ന സ്ഥലമാണ് ഹൃദയം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ആവശ്യം വരും. ഹൃദയം സമാഗമത്തിൻ്റെ വേദിയാണ്, എൻകൗണ്ടർ നടക്കുന്ന സ്ഥലമാണ്. അടുത്തത് ഉടമ്പടിയുടെ സ്ഥലമാണത്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് കവനന്റ്. ഹൃദയം ബന്ധത്തിൻ്റെ, ഉടമ്പടിയുടെ സ്ഥലമാണ്. ഈ കാര്യങ്ങൾ മനസ്സിൽ കിടക്കട്ടെ. എന്താണ് ഹൃദയമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിർവചിച്ചിരിക്കുകയാണ്. ഹൃദയം നിഗൂഢമായ സ്ഥലമാണ്, എൻ്റെ തീരുമാനങ്ങളുടെ ഇടമാണ്. ഹൃദയം ബന്ധത്തിൻ്റെ സ്ഥലമാണ്. ഹൃദയം ഉടമ്പടിയുടെ സ്ഥലമാണ്. ദ പ്ലേസ് ഓഫ് കവനന്റ്. ഉടമ്പടിയുടെ സ്ഥലമാണ് ഹൃദയം. അപ്പോൾ തിരുഹൃദയത്തോടുള്ള ബന്ധം എങ്ങനെയായിരിക്കും? കർത്താവുമായുള്ള ഉടമ്പടി ബന്ധമായിട്ട് അത് മാറും. പ്രിയമുള്ള എൻ്റെ ദൈവജനമേ, ദിവ്യകാരുണ്യ ആരാധനയ്ക്കായിട്ട് മുട്ടിന്മേൽ നിൽക്കാൻ നമുക്ക്. ഈ ഭവനങ്ങളിൽ ഇരുന്ന് TV-യിൽ നിങ്ങൾ ഈ ആരാധന കൂടുമ്പോഴും എനിക്ക് പറയാനുള്ളത്, സെറ്റിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിലെ കുഷ്യൻ കസേരകളുടെ ലാഘവത്തിലേക്ക് ചാഞ്ഞു കടന്നായിരിക്കരുത് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ആരോഗ്യമുള്ളവരൊക്കെ മുട്ടിന്മേൽ നിൽക്കണം. പ്രാർത്ഥനയോടെ മനസ്സൊരുക്കി ദിവ്യകാരുണ്യ നാഥനെ ആത്മന ആരാധിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 3 ദിവസം കൊണ്ട് തിരുഹൃദയ ഭക്തി എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു തിരുഹൃദയ രൂപത്തിൽ നിന്ന്, ആ കാഴ്ചയിൽ നിന്ന് കുറച്ചുകൂടെ വളരണം. കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങളും അന്തരാർത്ഥങ്ങളും നമ്മൾ അറിയണം ആണ് പ്രധാനപ്പെട്ടത്. ആ അറിവിൽ നിന്ന് ആരാധന നടക്കും. അത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. നമുക്ക് ഒരുമിച്ച് ഇത് മനസ്സിലാക്കി പോകാം. റിവിഷൻ ഒന്നുകൂടെ നടത്തുകയാണ്. പെട്ടെന്ന് പഴയതുപോലെ വലിച്ചിട്ടില്ല. പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഇത് തിരുഹൃദയ തിരുനാളിനൊരുക്കമായുള്ള 3 ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. യോഹന്നാനെ പോലെ കർത്താവിൻ്റെ വക്ഷത്തിലേക്ക് എൻ്റെ ജനമേ നിങ്ങൾ ചാരിക്കടക്കണേ. ഒടുവിൽ പറയണം, ദൈവം സ്നേഹമാണ്. ഇത് കർത്താവിൻ്റെ ഒരു അവയവത്തോടുള്ള ആരാധനയോ വണക്കമോ അല്ല, കർത്താവിനോട് തന്നെയുള്ള വണക്കമാണ് എന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ട് സഭയിൽ ഭക്താഭ്യാസങ്ങൾ വേണം? കാരണം ടൈം ആൻഡ് സ്പേസ്, സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പരിമിതിയിൽ ജീവിക്കുന്ന നമുക്ക്
ദൈവത്തെ അനുഭവിക്കാൻ, ഏറ്റുപറയാൻ ഇതൊക്കെ ആവശ്യമാണെന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ട് ചില പ്രത്യേക ഭക്തികൾ? അതിൻ്റെ കാരണം എൻ്റെ ജീവിതം, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ സ്വഭാവം ഒക്കെ എൻ്റെ ഭക്തിയെ നിർണയിക്കാറുണ്ട്. സ്വാഭാവികം. പരിശുദ്ധ മാർപ്പാപ്പ 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു, തിരുഹൃദയ ഭക്തി ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകയാണ്. ക്രൈസ്തവ ജീവിത പൂർണ്ണതയിലേക്ക് അത് നമ്മളെ നയിക്കുന്നു. തിരുഹൃദയ ഭക്തിയിൽ ശ്രദ്ധിക്കേണ്ട വാക്ക് ഹൃദയം. ഹൃദയം എന്താണ്? ഹൃദയം അതൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിച്ചു. എങ്ങനെയൊക്കെയാണത്? തിന്മയുടെ ഇടം കൂടിയാണത്. അതുകൊണ്ട് നിന്റെ ഹൃദയം എവിടെയോ അവിടെയാണ് നിന്റെ നിക്ഷേപം. അതുകൊണ്ട് നമുക്ക് കർത്താവിങ്കിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒടുക്കം നമ്മൾ CCC കത്തോലിക്ക സഭയുടെ മതഗ്രന്ഥം വായിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഹൃദയം ബന്ധത്തിൻ്റെ ഇടമാണ്, ഉടമ്പടിയുടെ ഇടമാണ്. തിരുഹൃദയം അവൻ തുറന്നു കാട്ടുമ്പോൾ അവൻ നമ്മളെ ക്ഷണിക്കുന്നത് ഒരു ബന്ധത്തിലേക്ക്, നമുക്കൊരുമിക്കാം, ഒരു ഉടമ്പടിയിലേക്ക് അവൻ നമ്മളെ ക്ഷണിക്കുകയാണ്. ആ ബോധത്തോടെ, ആ ക്ഷണത്തിന് കാതോർത്തുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാം. ആമേൻ. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധനായവൻ, സർവശക്തൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്,
നമ്മുടെ കൺമുമ്പിൽ ദാ എഴുന്നള്ളി വന്നിരിക്കുന്നു. താല്പര്യത്തോടെ അവനെ ആരാധിക്കുക. കർത്താവേ, തിരുഹൃദയ തിരുനാളിന് ഒരുക്കമായുള്ള ഈ ത്രിദിന ധ്യാനത്തിൻ്റെ ആരംഭ ദിവസം തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിച്ച് തുടങ്ങിയിട്ട് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ കർത്താവെ, ഒരുക്കത്തോടെ, താല്പര്യത്തോടെ, വിശുദ്ധിയോടെ നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നീ തന്നെ കൃപ നൽകണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ദൈവജനമേ, കരങ്ങൾ കൂപ്പി ആഗ്രഹത്തോടെ, ആരാധനയോടെ ദിവ്യകാരുണ്യനാഥനെ നോക്കാം. മഹിമ പ്രതാപത്തിന് നേരെ കൺതുറക്കാം. പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ ശ്ലീഹായിക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. അവൻ കണ്ടു 7 വിളക്കുകളുടെ നടുവിൽ സൂര്യശോഭയോടെ ഒരാൾ. കർത്താവേ, 7 വിളക്കിൻ്റെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്നവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിനക്ക് ആരാധന. വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, 7 വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, നമ്മുടെ എല്ലാ ഹൃദയ വിചാരങ്ങളെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളായി സമർപ്പിക്കും. അശ്രദ്ധകളെ, വ്യഗ്രതകളെ ദൂരെ അകറ്റി നാഥനെ ആരാധിക്കുവാൻ ഒരുക്കത്തോടെ തിരുസന്നിധിയിൽ ആത്മന വ്യാപരിക്കും. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും
പ്രാർത്ഥിക്കാം. ആരാധന. ഭവനങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് ആരാധന. ഈശോയേ, നിനക്ക് മഹത്വം. സർവശക്തനെ, നിനക്ക് സ്തുതി, ബഹുമാന, പുകഴ്ചകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇരുകരങ്ങളും ചെറുതായി ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നിങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. അധരങ്ങളിൽ ദൈവസ്തുതി ഉയരട്ടെ. മടി കൂടാതെ എല്ലാവരുടെയും നാവ് ചലിക്കട്ടെ. എല്ലാവരുടെയും നാവിൽ അറിയാവുന്നതുപോലെ കർത്താവ് തമ്പുരാന് സ്തുതികൾ ഉയരട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, 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 ആരാധന. മടുപ്പ് കൂടാതെ പ്രാർത്ഥന ഉയരട്ടെ കർത്തൃസന്നിധിയിലേക്ക്. ഓ കർത്താവേ, പരിശുദ്ധനായവനെ, സർവശക്തനെ, കരം കരുത്തുറ്റവനെ, നിന്റെ സന്നിധിയിൽ നിനക്ക് ഞങ്ങൾ ആരാധന, മഹത്വം, സ്തുതി സമർപ്പിക്കുന്നു എന്ന ചിന്തയോടെ എല്ലാവരും എളിമപ്പെട്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, 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 ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം. ഈശോയെ, ഈശോയെ, ആരാധന, ആരാധന. ഓ കർത്താവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ ത്രിയേക ദൈവമേ, എന്നും എല്ലാ കാലവും എല്ലാ ഇടങ്ങളിലും നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ കർത്താവേ, തിരുഹൃദയത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു തുടങ്ങുകയായിരുന്നു. ഇന്ന് നിന്റെ സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ തിരുഹൃദയം. ഞങ്ങളോടുള്ള എല്ലാ കാലവും നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളം, മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ അടയാളം. കർത്താവേ, നിസാരരും ബലഹീനരുമായ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു പോകുന്നു. സ്ഥിരതയോടെ നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ വരുന്നു. മാറ്റമില്ലാത്തവനെ, സ്ഥിരത ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇന്നലെയും ഇന്നും നാളെയും എന്നും ഒരാൾ തന്നെയായവനെ, എല്ലാ കാലവും ഞങ്ങൾക്കായി ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ പ്രവാഹമൊഴുക്കുന്നവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവജനമേ, നമുക്കൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടെ കരങ്ങൾ ചെറുതായിട്ട് ഉയർത്തിപ്പിടിക്കട്ടെ. പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും മുട്ടിന്മേൽ നിന്ന്, ആരോഗ്യമുള്ളവരൊക്കെ മുട്ടിന്മേൽ നിൽക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഇരിപ്പിടങ്ങളിലാണെങ്കിലും കരങ്ങൾ മെല്ലെ ഉയർത്തിപ്പിടിക്കട്ടെ. ദൈവസന്നിധിയിലുള്ള എളിമപ്പെടലിൻ്റെയും കീഴടങ്ങലിൻ്റെയും അടയാളമാണത്. കർത്താവേ, ഐ സറണ്ടർ മൈസെൽഫ് ബിഫോർ യു. നിന്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നു. കർത്താവേ, എളിമപ്പെടുന്നു, ചെറുതാകുന്നു, ബലഹീനനാണ് കർത്താവേ, കരുത്തില്ലാത്തവനാണ്. എളിമയോടെ ഏറ്റുപറഞ്ഞ്, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനുമായ ദിവ്യ കുഞ്ഞാടേ, ഞങ്ങൾക്കായി കൊല്ലപ്പെട്ട കുഞ്ഞാടേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടേ, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒന്ന് ചേർന്ന് ഒരേ സ്വരത്തിൽ ഏറ്റുപറയുന്നു, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. പ്രാർത്ഥിക്കാം ഒരുമിച്ച്. ആയിരുന്നോനും ആയിരുന്നോനും ആയിരിക്കുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ,
പരിശുദ്ധൻ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. തിരുസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, 2 ദിവസങ്ങൾക്കപ്പുറത്ത് നിന്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. കർത്താവേ, കുറച്ചുകൂടെ ഒരുക്കത്തോടെ, അറിവോടെ, തിരിച്ചറിവുകളോടെ ഈ തിരുനാൾ ആഘോഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ തിരുഹൃദയ ഭക്തി ഞങ്ങൾ വീണ്ടെടുക്കട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. യോഹന്നാനെ പോലെ ഞങ്ങൾ ദാ നിന്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടക്കുന്നു. ദൈവജനമേ, അത്തരമൊരു അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് നിർത്താം. കർത്താവിൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കുന്ന ഒരു അനുഭവം ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് സ്വന്തമാകട്ടെ. കർത്താവെ, നൊമ്പരങ്ങളേറെയുണ്ട്, ആശങ്കകളേറെയുണ്ട്. ദാ ഇപ്പോ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും പരാതികളും പരിഭവങ്ങളും പറയാൻ ഇഷ്ടം പോലെയുണ്ട്. കണ്ണീരിന്റെ കഥന കഥകൾ ഏറെയുണ്ട്. പക്ഷേ അതൊക്കെ മറന്നിട്ട് എൻ്റെ ദൈവമേ, നിന്റെ നെഞ്ചിലേക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ചാഞ്ഞു കിടക്കുമ്പോ ഞാൻ അനുഭവിക്കുന്ന ശാന്തതയുണ്ടല്ലോ കർത്താവേ, ആ ശാന്തതയിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. നിന്റെ നെഞ്ചിലേക്ക്, നിന്റെ വക്ഷസ്സിലേക്ക് യോഹന്നാൻ ശ്ലീഹ ചാഞ്ഞു കിടന്നതുപോലെ ഞാൻ ചാഞ്ഞു കിടക്കട്ടെ. അവിടെ എനിക്ക് തിരിച്ചറിവ് കിട്ടട്ടെ, നീ സ്നേഹമാണെന്ന്, ദൈവം സ്നേഹമാണെന്ന്. കർത്താവേ, ആ തിരിച്ചറിവ് എന്നിലുണ്ടാകട്ടെ. തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് ഏറെ സംസാരങ്ങൾ, വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനും വാക്കുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നിന്ദിച്ച നേരങ്ങളുണ്ട് ഭക്താഭ്യാസങ്ങളെ. ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കി ഭക്താഭ്യാസങ്ങളുടെ ഇടം എന്താണെന്ന്. കർത്താവേ, ഭക്തിയോടെ ജീവിക്കാൻ കൃപ തരണേ കർത്താവേ. പ്രത്യേകിച്ച് തിരുഹൃദയ ഭക്തിയിൽ അടിയുറച്ച് ജീവിക്കാൻ തിരുഹൃദയം ഞങ്ങൾക്ക് മാതൃകയാണ്. തിരുഹൃദയം പൂർണ്ണ ക്രൈസ്തവ ജീവിതത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടു. കർത്താവേ, നിന്റെ ഹൃദയത്തോട് എന്നെ തന്നെ ചേർത്ത് നിർത്തി പൂർവകാലത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ കർത്താവേ, ബാല്യം മുതലേ ഈ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാണ് ഞാൻ വളർന്നു വന്നത്. എന്തൊരു ആശ്രയബോധമായിരുന്നു എനിക്ക്. വീട്ടിലെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ 2 നിമിഷം ഒന്ന് സ്വസ്ഥമായി നിന്നിട്ട് കുരിശ് വരച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നൊരു ധൈര്യമുണ്ടായിരുന്നു കർത്താവേ. വളർന്നപ്പോ ആ നന്മയൊക്കെ ഞാൻ കൈവിട്ട് കളയുകയാണ്. ഈശോയെ, കർത്താവേ, നിന്റെ തിരുഹൃദയത്തോട് ചേർന്ന് ഞാൻ ജീവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓർമ്മകളെ പ്രാർത്ഥനകളാക്കി മാറ്റാം. ദൈവജനമേ, എല്ലാവരും ഓർത്തെടുക്കുക. തിരുഹൃദയത്തോട് ചേർന്ന് വളർന്ന ആ നല്ല ബാല്യത്തിൻ്റെ നന്മകളെ ഓർത്തെടുത്ത് കർത്തൃസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ, മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ, മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. ക്രോധമോ
മാത്സര്യങ്ങൾ തൻ ഘോരമന്ധത നിറയും എൻ മനസ്സിൽ ക്രോധമോഹ മതമാത്സര്യങ്ങൾ തൻ ഘോരമന്ധത നിറയും എൻ മനസ്സിൽ ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം നാഥ നീ കൊളുത്തണേ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ നിന്നെ ഉൾക്കൊണ്ടൊരെൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ നിന്നെ ഉൾക്കൊണ്ടൊരെൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ നാഥ നീ വസിക്കണേ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് സ്തുതിയും ബഹുമാനവും കരയറ്റാം. ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. ഈ നേരത്ത് അവന് കാതോർക്കാം. ഈശോ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന നേരമാണിത്. തിരുത്തലുകൾ നൽകുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ നൽകുന്നുണ്ട്, ആശ്വാസത്തിൻ്റെ വാക്കുകൾ
അവൻ സമ്മാനിക്കുന്നു. കർത്താവേ, നിന്റെ സ്വരത്തിന് കാതോർത്തുകൊണ്ട് നിന്റെ ആശീർവാദത്തിനായി ഞാൻ ഒരുങ്ങുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം, വാഴ്ത്തപ്പെട്ടിടട്ടെ അങ്ങേ തിരുനാമമെന്നും വാഴ്ത്തപ്പെട്ടിടട്ടെ. വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം, വാഴ്ത്തപ്പെട്ടിടട്ടെ അങ്ങേ തിരുനാമമെന്നും വാഴ്ത്തപ്പെട്ടിടട്ടെ.